والطبراني عن أبي الدرداء رضي الله عنه. إمام طبراني رضي الله عنه ഉല്ലേഖന ഹദീസ് സ്വഹാബി വലിയരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വഴികാട്ടിയത് ലൈസ മിൻ അബ്ദിൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഅത മറ. ഒരു വ്യക്തി 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല അവർ പരിശുദ്ധമായ വചനം ചൊല്ലുന്നോട്ടെ. എത്ര 100 വട്ടം. ഇല്ലാ ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമ വവജ്ഹുഹു കൽ ഖമരി ലൈലത്തൽ ബദ്ർ. അയാൾ ഖിയാമത്ത് നാൾ വരുമ്പോൾ അയാളുടെ മുഖം അത് പൗർണിമ നിലാവ് അഥവാ പൂർണ്ണചന്ദ്ര അഥവാ 14 ജാവ് എങ്ങനെ മാതാ ലംഘറ അതേപോലെ ഇങ്ങനെ മുഖ ലംഘാട്ടിക്കാല അത്ര ഒരു പ്രകാശ അള്ളാഹു ഈ മനുഷ്യ കൊടുക്കും. ആർക്ക് 100 വട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലോ മനുഷ്യന്മാർക്ക്. ബദർജാവ് ചെന്നെങ്കിൽ ഇതേ പൗർണിമ ചന്ദ്ര ഉദിക്കുമ്പോഴത്തെ ജാവ് 14 ജാവ് അണ്ട് മാതത്തിക്ക് വെളിച്ചമേ വേറെ ആവറു വെളിച്ച ഇങ്ങനെ ലംഘറ അതുപോലെ 100 വട്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലെങ്കിലോ മുഖ പ്രകാശിക്കൂ. ഓടെ ദുന്യാവിലല്ല ഖിയാമത്ത് നാളില്. ഖിയാമത്ത് നാൾ അങ്ങനെ ലംഘു അങ്ങനെ ലംഘിട്ടേ അങ്ങ് ബന്ധു. വലം യുർഫഅ ലി അഹദിൻ യൗമഇദിൻ അമലുൻ അഫ്ളലു മിൻ അമലിഹി ഇല്ലാ മൻ ഖാല മിസ്ല ഖൗലിഹി ഔ സാദ്. ഇയാൾക്ക് കിട്ടുമ്പോഴത്തോ സവാബ് പ്രതിഫല ഇതുപോലത്തെ ഒരു പ്രതിഫല വേറെ ആർക്കും അങ്ങനെ അമൽ മുടക്ക കിട്ടാതെ ഇയാൾ കിട്ടത്തര സവാബ്. ഇനി ഇയാളുടെ എത്ര സവാബ് കിട്ടുന്നുണ്ടായെങ്കിൽ ഒന്നാ ഇയാൾ ചെന്നത്തരമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചൊല്ലണം അഥവാ യാറാക്കിയെങ്കിൽ അനക്ക് യാറമേ കൂലി കിട്ടും. അതല്ലാണ്ടായെങ്കിൽ ഇയാൾ കേട്ടിക്കര് യാറ സവാബ് കിട്ടുമോ ഇയാളുടെ ഈ ഒരു ഇബാദത്ത് വലിയ കൂലി കിട്ടിയിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു മാജ അൻ ഉമ്മി ഹാനി റളിയല്ലാഹു അൻഹ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് സ്വഹാബി വനിതയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ വറദിയാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യസ്ബിഖുഹാ അമലുൻ വലാ തത്റുകു ദംബ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് അതറാണ്ടി വേറൊരു അമല് അതിൽ ഓവർടേക്ക് ആക്കാതെ. കാരണം അത്ര വലിയൊരു ഇബാദത്തായിരിക്കും ഈ പരിശുദ്ധമായ കലിമത്ത്. അതിൽ ഓവർടേക്ക് ആക്കുമ്പോൾ ഒരു അമലില്ല. വലാ തത്റുകു ദംബ അത് ഒരു ദോഷത്വം ഉപേക്ഷിക്കാതെ അഥവാ അതുമൂലം അല്ലാഹു തആല ദോഷത്തെ മാഫാക്കറ. അത് നിരന്തരമായിട്ട് ചെല്ല ആള് അയാളുടെ ദോഷം ഇങ്ങനെ പോയോണ്ടിക്കൂ കഴിഞ്ഞോണ്ടിക്കൂ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദി ഇമാം നസായി റളിയല്ലാഹു അൻഹുമാ ഉല്ലേഖനാക്കറ് അൻ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. ജാബിർ റളിയല്ലാഹു അൻഹു വിവരിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വഴികാട്ടിയത് അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുവേ ശ്രേഷ്ഠമായത്. വഅഫ്ളലു ദുആ അൽഹംദുലില്ലാഹ്. ദുആത്തെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ദുആ അത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് നീ ആരോ ചൊല്ലുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴികാട്ടി. ಅದರೊಟ್ಟಿಗೆ ಲಾ ಇಲಾಹ ಇಲ್ಲല്ലാಹ್ ನಿರಂತರമായിട്ട് നീ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഘട്ടന ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കർ വന്നസായി അൻ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഇമാം നസായി റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിച്ച ഉല്ലേഖനാക്കിയ ഒരു ഹദീസ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമിലോ ഒരു ഘട്ടന ഒരു വിഷയം നെനപ്പാക്കുക. മൂസാ നബിയുടെ വിഷയം എന്തിരെ ഖാല മൂസാ അലൈഹി സ്വലാം വർക്ക മൂസാ നബി അലൈഹി സ്വലാം റബ്ബൊട്ടിಗೆ ചൊല്ലി അല്ലാഹുവൊട്ടിಗೆ ഒരു വേദിക വെക്കും. യാ റബ്ബി അല്ലിംനി ഷൈഅൻ അദ്കുറുക ബിഹി. അല്ലാഹുവേ നക്ക് നീനൊരു ദിക്ർ പടിവാട്ടി തരണം. നക്ക് നീനൊരു കാര്യ പടിവാട്ടി താ. ಅದರ ಮೂಲಕ ನಾನಿಂದ എപ്പോഴും സ്മരണ ആക്കിക്കൊണ്ടിരിക്കുക നിർച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ എപ്പോഴും നക്ക് നിരിക്കുകയോ
പ്രചോദനാവും പത്ത് വന്നു നക്ക് നീന് പടിപാടിത്താ ആര് കേൾക്കറോ മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അപ്പൊ അല്ലാഹു മൂസാ നബിയിലേക്ക് ചെന്നു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ മൂസാ നബിയേ. കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചെന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. അപ്പൊ മൂസാ നബി തിരിച്ചെന്തൂല യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ, റബ്ബേ ഈ ഒരു വചന ഇത് എല്ലാവരും ചൊല്ലാറല്ലേ, നിന്റെ എല്ലാ അടിമകളും എല്ലാ മുഅ്മിനീങ്ങളും ചെന്നോട്ടുള്ള ഇന്നമ ഉരീദു ശൈഅൻ തഖുസ്സുനി ബി, ഞാൻ ഉദ്ദേശിച്ച നക്കേ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ദിക്ർ, നക്ക് മാത്രമുള്ള ഒരു ദിക്ർ, അങ്ങനത്തെ ഒരു ദിക്ർ ഞാൻ നിന്റെ ഒട്ടേക്ക് കേട്ടിട്ടുള്ളൂ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒട്ടേക്ക് അല്ലാഹു വഹീ മൂലക തെരുവാട്ടിയ ഒരു വിഷയമുണ്ട്. യാ മൂസാ, മൂസാ നബിയേ, ലൗ അന്ന സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി വൽ അർദീന സബ്അ, മൂസാ നബിയേ ആകാശവും അതേപോലെ നാനല്ലാണ്ട് അതിരോ കൺട്രോൾ ആക്കിക്കൊണ്ടുള്ള മലായിക്കത്തും വൽ അർദീന സബ്അ ഭൂമിയും ഇതെല്ലാം ജുഇലത് ഫീ കിഫ, ഇത് ഒരു തിരാസിൽ വെച്ചിട്ട് ആകാശ ഭൂമി അതിലുള്ള എല്ലാവരും ഇതൊരു ഒരു തിരാസിൽ വെച്ചുകൊണ്ടായെങ്കിൽ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് പിന്നൊരു തിരാസിൽ കൂടി വെച്ചിട്ട് പരസ്പരം തൂക്കി നോക്കിയെങ്കിൽ യാറ് ദിന്ന ബണ്ടോ ഏത് ഗൊന്തുണ്ട ലമാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശ ഭൂമി ഇതെല്ലാം ഒരു തിരാസം വെച്ചിട്ട് പിന്നൊരു തിരാസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വെച്ചെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ ദിന്നാവൂ, ಅದಕ್ಕೆ വെയിറ്റ് ಯಾರಾവുള്ളൂ, ಅದಕ್ಕೆ ದಿನ ಕೂಡರು. അത്തരം വലിയൊരു മഹത്വമുണ്ട്, അത്തരം ശ്രേഷ്ഠമായ ഒരു ദിക്റായിട്ടിക്കര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമുക്ക് വഹീ തെരിവാട്ടിയാട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിവാട്ടിയത് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയത് ഇമാം നസായി റളിയല്ലാഹു അൻഹു കിതാബിൽ നമുക്ക് കാണാൻ സാധ്യമാവും. ഇങ്ങനെ ധാരാളം എണ്ണിത്തീർക്കുക സാധ്യമാവാത്ത വലിയ മഹത്വമുള്ള ഒരു പ്രധാനപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചെണ്ട മഹത്തായ ദിക്ർ. അതുകൊണ്ട് തീരെത്തര ഞങ്ങൾ ടൈം കിട്ടുമ്പോൾ അഥവാ ടൈം കിട്ടില്ലെങ്കിൽ ടൈമു ആക്കിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ദഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഔത്ത് പോകുമ്പോൾ ഔത്തർ തിരിച്ചിട്ട് പറയുമ്പോൾ ബാനിയത്ത് പോകുമ്പോൾ ബാനിയാക്കിയാണ്ടിക്കുമ്പോൾ കാറിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് തീരത്തര യാറാക്കിയെങ്കിൽ അത് നമുക്ക് ദുനിയാവിലും നമുക്ക് ആഖിറത്തിലും വലിയൊരു കൊണകിട്ട് വലിയൊരു അമലായിട്ട് നമുക്കത് കാണുക സാധ്യമാവുള്ളൂ. ഇതായിട്ടിക്കർ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഡിവാറ്റി തന്നു. അല്ലാഹു തആല ധാരാളം നല്ല ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങാക്കിയോ ഇബാദത്തോ റബ്ബു കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ ന്യൂനതകളും റബ്ബു പരിഹരിച്ചു തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.